കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരു കഴിയുമോ എന്ന കാര്യത്തിൽ നിർണായക ചർച്ച ഇന്ന്. വൈറ്റിലയിൽ കൃഷിവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി ബസ് ടെർമിനലിന് വിട്ടുകൊടുക്കുന്ന കാര്യമാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കൊച്ചി നഗരത്തിൽ 1 കിലോമീറ്റർ പോകണമെങ്കിൽ മണിക്കൂറുകളെടുക്കുന്ന ഇന്നത്തെ അവസ്ഥയിൽ വൈറ്റില ബസ് ടെർമിനൽ നിർമ്മിക്കുക എന്നതിൽ കവിഞ്ഞൊന്നും ആലോചിക്കാനാവാത്ത അവസ്ഥയിലാണ് യാത്രക്കാർ. നഗരകവാടമായ വൈറ്റിലയിൽ കൃഷിവകുപ്പിന്റെയും കെയർഫെഡിന്റെയും ഉടമസ്ഥതയിലുള്ള 25 ഏക്കർ ജില്ലാ ഭരണകൂടത്തിന് വിട്ടുകിട്ടിയാൽ കൊച്ചിയിലെ കുരുക്കഴിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇവിടെ ഉയരുന്ന ബസ് ടെർമിനൽ കേന്ദ്രീകരിച്ചാകും കൊച്ചിയുടെ നാളുകളിലെ വളർച്ച. ദീർഘദൂര ബസ് സർവീസുകളെ നഗരത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുകയും സിറ്റി സർവീസുകൾ വൈറ്റില കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുകയും ചെയ്യുന്നതോടെ നഗരത്തിന് ലഭിക്കുന്ന ആശ്വാസം ചെറുതാകില്ല. ദീർഘദൂര ബസ്സുകൾ തിരുവനന്തപുരത്തുനിന്നും കാസർഗോഡ് നിന്നും വരുന്ന വാഹനങ്ങൾ 1 മണിക്കൂറോളെങ്കിലുമാണ് ഈ വൈറ്റില എന്ന് ഇപ്പോഴത്തെ സ്റ്റാൻഡിലോട്ട് പോകാൻ എടുക്കുന്നത്. ഈ സമയലാഭവും ഇന്ധന ലാഭവും എല്ലാം കൂടി കൂട്ടുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഇവിടെ വരുമാനം. പുതിയ തലമുറയെപ്പറ്റി ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ കൊച്ചിയുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നില്ല. ശവക്കുഴിയിലേക്ക് കാല് തെട്ടിയിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് ഭാവിയിൽ ഗുണമേന്മയുള്ള ജീവിതം കിട്ടുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. താൽക്കാലികമായിട്ട് അവർ ആ ഡിപ്പാർട്ട്മെന്റിനെ കയ്യിലൊതുക്കുകയാണ്. യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രവും കുറഞ്ഞ നിരക്കിൽ ഹോട്ടലുകളും ഷോപ്പിംഗുമൊക്കെ ഇതോടനുബന്ധിച്ച് വിഭാവനം ചെയ്യുന്നുണ്ട്. ദേശീയപാതകളുടെയും ദേശീയ ജലപാതയുടെയും സാന്നിധ്യവും നിർദ്ദിഷ്ട മെട്രോ റെയിൽ സ്റ്റേഷനും പ്രധാന റോഡുകൾ കൂടിച്ചേരുന്ന പ്രദേശമെന്ന പ്രത്യേകതയുമാണ് വൈറ്റിലയെ ബസ് ടെർമിനലിന് അനുയോജ്യമാക്കുന്നത്. സർക്കാർ തലത്തിൽ പദ്ധതിക്ക് അംഗീകാരം കിട്ടിയാൽ നടപ്പാക്കാൻ വിവിധ ഏജൻസികൾ തയ്യാറാണ്. ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ ചേരുന്ന യോഗത്തിൽ കൃഷി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ, ജില്ലാ കളക്ടർ തുടങ്ങിയവർ പങ്കെടുക്കും. മനോരമ ന്യൂസ്, കൊച്ചി.